അരുണേ, നീ എന്ത് പടിയടേ കാണിക്കുന്നത്? എത്ര നേരമായി ഞാൻ നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? അതെ. ഓ, ഞാൻ നീ തിരയാത്ത ഇടമൊന്നുമില്ല. നീ എന്താ കുട്ടികളെ കളിക്ക? എന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഫാദർ മൈഥിലി മാമുമായിട്ട് സംസാരിച്ചു. മൈഥിലി മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുക. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞ കാര്യം സൂചിപ്പിച്ചോ? പറഞ്ഞു. അത് നിന്റെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിച്ചിട്ടല്ലേ? എങ്ങനെയാണ് തെറ്റ് സംഭവിച്ചത്? എന്റെ മനസ്സ് നേരെ നിൽക്കാണ്ടല്ലേ. അതിന് കാരണം ആരാ? എന്നെ ചീത്ത പറഞ്ഞത് മൈഥിലി മാമല്ലേ? അതൊരു നിലനിൽക്കാത്ത ന്യായമാണ്. നിനക്ക് ആരോടെങ്കിലും വിഷമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അത് നിന്റെ പേഷ്യന്റിന്റെ അടുത്താണോ തീർക്കുക? അതൊരു കൈത്തെറ്റാണ്. കരുതി കൂട്ടി ചെയ്തൊന്നും അല്ലല്ലോ. ചികിത്സാ പിഴവിനെ വെറുതെ കൈത്തെറ്റെന്ന് പറയാൻ പറ്റില്ല. അതിന് മൈഥിലി നിന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 100% മൈഥിലിയുടെ കൂടെ തന്നെയാണ്. ആണല്ലോ. അപ്പൊ പിന്നെ എന്നെ തിരക്ക് എന്തിനാ ഇറങ്ങിയത്? തെറ്റ് ചെയ്തവനാ ഞാൻ. ഏതെങ്കിലും വഴിക്കും കൂടെ പൊക്കോട്ടെന്ന് കരുതായിരുന്നില്ലേ? കരുതാമായിരുന്നു. പക്ഷെ ആ തെറ്റ് ചെയ്തവൻ എന്റെ നെഞ്ചിലിരിക്കുന്നവനാവരുത്. അതൊക്കെ പോട്ടെ. നിന്നെ കാണാത്ത വിഷമത്തിൽ ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയില്ല. നമുക്കൊന്ന് പുറത്തു പോകാം, വല്ലതും വാങ്ങാം. എന്തേലും വിഷമം ഉണ്ടായാൽ നീ ഇവിടെ ഇരുന്ന് വിഷമിച്ചോ. നിന്നെ എനിക്ക് കണ്ടോണ്ടെങ്കിലും ഇരിക്കാലോ. എന്നെ കാണാത്തതിലൊന്നും വലിയ കാര്യമില്ല ഫാദർ. വെറുതെ ഒരു നാശം പിടിച്ച ജന്മം. ഞാനൊരു വിഡ്ഢിയാ. നിറങ്ങൾ കണ്ടപ്പോ വല്ലാതെ അങ്ങ് കൊതിച്ചു. അടുത്ത് ചെല്ലാൻ അവസരം കിട്ടിയപ്പോ അതൊക്കെ സ്വന്തമാണെന്ന് കരുതി. ഒന്നുമില്ല ഫാദർ. സ്വന്തം ചേച്ചിയാണെന്ന് മനസ്സിൽ കരുതിയിട്ട് ഒരന്യെ പോലെ എൻ്റെ കൺമുമ്പിലൊന്ന് നിൽക്കുമ്പോൾ അത് കാണുമ്പോഴുള്ള സങ്കടം ഉണ്ടല്ലോ, അതിപ്പോ ഫാദറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഫാദർ, എനിക്കൊരു ലോകം ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മൈഥിലി മാം. അവരെനിക്ക് തരുന്ന പിന്തുണ എടുത്തു കളഞ്ഞാൽ ഞാൻ വീണു പോകും. മൈഥിലി മാം എന്നിൽ നിന്ന് അകന്നു, പൂർണ്ണമായിട്ടും അകന്നു. ഇനി എനിക്ക് ആ മനസ്സിൽ സ്ഥാനമില്ല. എന്തായാലും കുറച്ചു നേരം നീ ഒറ്റയ്ക്കിരുന്ന നന്നായി. മനസ്സിലെ കടുത്ത വിഷമങ്ങൾ ഒഴിവാക്കാൻ അത് നല്ലതാ. ആരുമില്ലാത്തടത്താണെങ്കിൽ അല്പം കരയുകയും ചെയ്യാം. മോനെ, ലോകം മുഴുവൻ നേടിയിട്ടും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? എല്ലാം നീ ദൈവത്തിൽ ഭരമേൽപ്പിക്കുക. എല്ലാം അവൻ നിവർത്തിക്കും. എന്ത് കാര്യം ചെയ്യുമ്പോഴും അച്ഛനെയും അമ്മേനെയും ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്. നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടെന്ന് നിർബന്ധം പിടിച്ചിട്ടുണ്ട്. അച്ഛനെ ഇങ്ങനൊരവസ്ഥയിൽ ഞാൻ കൊണ്ടുവന്ന് ഇരുത്തിയല്ലോ. സോറി അച്ഛാ. നീ എന്തിനാ മോളെ അച്ഛനോട് ക്ഷമ പറയുന്നത്? നിന്നെ അറിയാവുന്ന ആർക്കും നിന്റെ പേരിൽ ഇങ്ങനെ ഒരു കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ മോളെ എനിക്ക് ഒരു കോടതിയിലും വിസ്തരിക്കാൻ പറ്റില്ല. കാരണം എനിക്കറിയാം എൻ്റെ മോള് നല്ലവളാ. ഈ നിമിഷത്തിലും നിന്റെ അച്ഛനായതിൽ അഭിമാനിക്കുന്നവനാ ഞാൻ. സാരംഗിന്റെ അച്ഛനും അമ്മയ്ക്ക് വേണമെങ്കിൽ അവന്റെ കൂടെ നിൽക്കാമായിരുന്നല്ലോ. അവര് നിന്നോ? അതെന്തുകൊണ്ടാ? അത് നിന്നിലുള്ള വിശ്വാസം കൊണ്ടാ. അച്ഛന് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, തോറ്റു കൊടുക്കരുത്. ഇങ്ങനെ ഒരു ആരോപണത്തിന്റെ പേരിൽ നീ തോറ്റു കൊടുക്കാനോ അവൻ ജയിക്കാൻ അനുവദിക്കാനോ പാടില്ല. ഞാനിപ്പോ എന്താ വേണ്ടേ? ഇതിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നീ നിന്റെ മക്കളുടെ കൂടെ ഇവിടെ താമസിക്കും. അതാരും ചോദ്യം ചെയ്യില്ല. ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. അതിരാവിലെ വന്ന് ഇറങ്ങിയിട്ട് പാതിരാത്രി നിന്നോട് യാത്ര ചോദിച്ച് അറിയാതെ ഇറങ്ങിപ്പോകുന്ന അച്ഛനാവാൻ ഇനി ഞാനില്ല. അച്ഛൻ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. തളർന്നു പോകാൻ പാടില്ല. ചില പരീക്ഷണങ്ങള് നമ്മളെ ഇല്ലാതാക്കുന്ന രീതിയിൽ വായു പിളർന്ന് നമ്മുടെ മേൽ ചാടി വീഴും.
നമ്മുടെ മനസ്സിന്റെ ധൈര്യം കൊണ്ടാ അതിനെ കീഴ്പ്പെടുത്തേണ്ടത്. നിന്നെ അറിയാവുന്നവരുടെ മുമ്പിൽ നിനക്ക് നല്ലൊരു പേരുണ്ട്. അവനവന്റെ ആവശ്യത്തിന് വേണ്ടി അതിലല്പം കറവഴുത്തിക്കോട്ടെ, പക്ഷെ അത് നിലനിൽക്കില്ല. അവൻ നിന്റെ മുന്നിൽ തോറ്റുപോകും. അല്ലെങ്കിൽ പിന്നെ അച്ഛൻ, അമ്മ, ആദർശം എന്നൊക്കെ പറയുന്നത് വിലയില്ലാത്ത വെറും വാക്കുകളായി പോയില്ലേ? അപ്പൂപ്പ, ആ, മോനോട് അപ്പൂനൊരു കാര്യം ചോദിക്കട്ടെ. യദുമോൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവില്ലേ? അമ്മയെ നന്നായി നോക്കിക്കോണം കേട്ടോ. എനിക്ക് അമ്മയെ മതി, അമ്മയെ മാത്രം മതി. അമ്മയോട് ഇനി കരയില്ലെന്ന് പറയാ അപ്പൂപ്പ. അമ്മയുടെ കണ്ണീര് ഇനി മോനാ തുടച്ചു കൊടുക്കേണ്ടത്. ഇവനാ മോളെ നിന്റെ പ്രതീക്ഷ. ഇവന് നിന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മറ്റെല്ലാവരും സ്വയം തിരുത്തിയേ പറ്റൂ. അത് കാലം തെളിയിക്കും. ഫാദർ, ഞാൻ കിടക്കാൻ പോവാ. എങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാടാ വാങ്ങിച്ചത്? കഴിക്കാനല്ലേ? സമയം ഒരുപാടായി. ഈ സമയം വരെ മനസ്സ് വിഷമിച്ചിരുന്നിട്ട് ഇനി അത്താഴപ്പാട്ടിന് കൂടി കിടക്കണ്ട. നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്കും. ഫാദർ പ്ലീസ്. ഈ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും പറയണ്ട. ഇരിക്കടാ അവിടെ, ഇരിക്കേ. അതിൽ നോക്കിയിരുന്ന് സ്വപ്നം കാണണ്ട, കഴിക്കാൻ നോക്ക്. എടാ, ഞാൻ മൈഥിലിയോട് സംസാരിച്ചപ്പോ എന്തൊക്കെയോ ഭയപ്പെടുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചൊക്കെ. അതിന് ഞാൻ എന്ത് ചെയ്തു ഫാദർ? നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചെങ്കിലോ? നമ്മളോട് ആരോടും പറയാൻ പറ്റാത്ത പുതിയൊരു കാര്യം മൈഥിലിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? ഒന്നുണ്ട് ഫാദർ, ഇതിനുത്തരവാദി സ്നേഹ തന്നെയാണ്. ഫാദർ ഒരു കാര്യം ചെയ്യും, സ്നേഹയോടും സംസാരിച്ചു നോക്ക്. ഞാനതിന് തുനിഞ്ഞ ഞങ്ങൾ തമ്മിലുള്ള അവസാനത്തെ സംസാരമായി പോയത്. എനിക്ക് ഈ പ്രശ്നത്തിൻ്റെ കാരണം അറിഞ്ഞേ പറ്റൂ. അതിന് ഞാൻ ആരെ വേദനിപ്പിക്കും, ആരെ ദ്രോഹിക്കുമെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. നീ കഴിക്കടാ. സ്നേഹയോട് ഞാൻ നാളെ സംസാരിച്ചു നോക്കാം. അല്ലാതെ പറ്റില്ലല്ലോ. എടാ, വാത്സല്യവും കരുതലും ഒക്കെ എന്താണെന്നറിഞ്ഞ രാത്രിയാ കടന്നുപോയത്. ഒരുപാട് കുറ്റപ്പെടുത്തലുകൾക്കിടയിലും എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ നിന്നു. സാധാരണ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് നനഞ്ഞ കണ്ണോടുകൂടി നോക്കുന്ന അച്ഛനല്ല. നിനക്ക് വേണ്ടി പൊരുതാൻ അച്ഛൻ മുന്നിലുണ്ടാവുന്ന പറഞ്ഞത്. അത് പറഞ്ഞപ്പോ അച്ഛൻ്റെ കണ്ണിലൊരു തിളക്കമുണ്ടായിരുന്നു. ആ തിളക്ക ഇനിയുള്ള എൻ്റെ പ്രതീക്ഷ. നന്നായി. അച്ഛൻ പെട്ടെന്ന് തിരിച്ചു പോവില്ലല്ലോ? ഇല്ല, എന്നെ തനിച്ചാക്കി അച്ഛൻ പോവില്ല. അച്ഛൻ തന്റെ കൂടെയാ. സാരംഗിന്റെ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് തനിക്ക് വേണ്ടിയാ. ഇനി സാരംഗ് പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കോ? സാരംഗിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അനാമിക, യുദ്ധത്തിന് ആളെ കൂട്ടുന്ന പോലെ സ്വന്തം പക്ഷത്ത് ആളെ കൂട്ടാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. സാരംഗിന് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ. ഞാൻ ഇനി ഒരു ചോദ്യത്തിനും അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ സാരംഗിന്റെ ആരോപണത്തിന് എനിക്ക് മറുപടി പറഞ്ഞേ പറ്റൂ, കാലം എത്ര കഴിഞ്ഞാലും. രഞ്ജിത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാനും മൈഥിലി ഒന്ന് കാണാനിരിക്കായിരുന്നു. കുറച്ച് ദിവസങ്ങളായി അനാമിക എന്നോട് എന്തോ രഹസ്യം സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട്.
ഞാൻ പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടും അവൾ കാരണം പറഞ്ഞില്ല. ഇന്നലെ രാത്രി അതെനിക്ക് നിർബന്ധിച്ച് പറയിപ്പിക്കേണ്ടി വന്നു. കാര്യങ്ങളുടെ രൂക്ഷത അപ്പോഴാ ഞാൻ അറിയുന്നത്. എന്ത് ചെയ്യാനാ മൈഥിലി? തരം താഴാൻ തീരുമാനിച്ചാല് തടയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഞങ്ങൾ എന്തായാലും മൈഥിലിയുടെ കൂടെയുണ്ട്. താൻ ഫൈറ്റ് ചെയ്യണം. താങ്ക് യു രഞ്ജിത്ത്. ഞാൻ ഫൈറ്റ് ചെയ്യും. ഈ ആരോപണം തെറ്റാണെന്ന് തെളിയുന്നവരെ ഞാൻ ഫൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്നിലെ പെണ്ണ് തോറ്റുപോകും, എന്നിലെ ഭാര്യ ഇല്ലാതാവും, എന്നിലെ അമ്മ ശ്വാസം കിട്ടാതെ പെടയും. സോ ഐ നീഡ് ടു ഫൈറ്റ്. തനിക്കതിന് സാധിക്കട്ടെ. സ്നേഹമോളിരിക്ക്. ഹാ, ഇരിക്കടോ മോളെ. മോളൊരു വൈദികൻ എന്ന നിലയിൽ ഇപ്പൊ എന്നെ കാണണമെന്നില്ല. അരുണിന്റെ രക്ഷിതാവായിട്ട് മാത്രം കണ്ടാൽ മതി. ഇന്നലെ രാത്രി ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ അവനെ കണ്ടെത്തിയത്. കണ്ടെത്തിയപ്പോ അവന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ആരെങ്കിലും ഒരാൾ അവനെ അനാഥനെന്ന് വിളിച്ചാൽ അവന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നല്ല, പലതവണ. പക്ഷെ ഇന്നലെ അവന്റെ കണ്ണ് നിറഞ്ഞപ്പോ ഞാനൊന്ന് പേടിച്ചുപോയി. എന്റെ കുട്ടിയെ ഇത്ര അസ്വസ്ഥനായി ഞാനിതുവരെ കണ്ടിട്ടില്ല. അവനെന്തെങ്കിലും പറ്റിപ്പോകുമെന്ന് വരെ ഞാൻ കരുതി. അരുണും സ്നേഹയും തമ്മിലുള്ള സ്നേഹം വളരെ ശക്തമായ ഒന്നായിട്ടാ എനിക്കും നിന്റെ അച്ഛനും തോന്നിയിട്ടുള്ളത്. മൈഥിലിയും അവനുമായിട്ടുള്ള ബന്ധം അതൊരു പുണ്യമാണെന്നേ പറയാൻ പറ്റൂ. ഇപ്പോ ഈ രണ്ട് സ്ഥലത്തും ഒരു ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. മൈഥിലി പൂർണ്ണമായി അവൻ ഒഴിവാക്കിയിരിക്കുന്നു. സ്നേഹമോളുടെ സംസാരത്തിലാണെങ്കിൽ അവനോടല്പം കനിവ് പോലും നിഴലിക്കുന്നില്ല. ഇനിയെങ്കിലും ഇത് സീരിയസ് ആയിട്ട് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അവന്റെ രക്ഷിതാവാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഞാൻ അല്പം ഗൗരവത്തിൽ തന്നെ ഈ കാര്യം സംസാരിച്ചു തുടങ്ങിയതാണ് ഫാദർ. അപ്പൊ ഇവളുടെ സ്വരം കടുത്തു. എനിക്കിപ്പോ ഇവളോട് മത്സരിക്കാൻ കഴിയില്ലല്ലോ. എന്താ മോളെ പ്രശ്നം? അരുണിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ? അരുൺ ചെയ്യുന്നത് എല്ലാം ശരിയാണെന്ന് ഫാദർ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. ആ കാര്യത്തിൽ എനിക്ക് പിശക് പറ്റിയിട്ടില്ല. എന്നാ അറിഞ്ഞോ, ഫാദറിന്റെ വിശ്വാസത്തില് പെശകുണ്ട്. സ്നേഹേ, ഫാദർ എന്നോടല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞോളാം. അരുണിനെ മൈഥിലി മാം ഒഴിവാക്കുന്നതിന്റെ കാരണം എനിക്കറിയില്ല. എനിക്കത് ചർച്ച ചെയ്യാനും താല്പര്യമില്ല. പക്ഷെ ഞാൻ അല്പം അകന്ന് പെരുമാറുന്നതിന് കാരണമുണ്ട്. എന്താ കാരണം? എന്റെ അച്ഛനോട് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫാദറിനോട് പറയാനും ബുദ്ധിമുട്ട് തന്നെയാ. ഞാൻ തറപ്പിച്ചെന്നെ പറയാം ഫാദർ, അരുണിന്റെ പ്രവൃത്തികളൊന്നും ശരിയല്ല. അത് ഫാദറിനെ ബോധ്യപ്പെടുന്നൊരു ദിവസം വരും. അന്ന് മനസ്സിലാക്കിക്കോളൂ. മോളൊന്ന് നിക്ക്. വേണ്ട ഫാദർ, എത്ര ചോദ്യം ചോദിച്ചാലും എന്റെ മറുപടി ഇതിൽ തന്നെ ഒതുങ്ങും. പിന്നെ വേണമെങ്കിൽ ദേഷ്യപ്പെടാം. എന്റെ അച്ഛൻ വേണമെങ്കിൽ അതിന് മുൻകൈ എടുക്കുകയും ചെയ്യും. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല. എന്താടോ രംഗനാഥ ഇതൊക്കെ? നമ്മൾ ചിന്തിച്ചതിനപ്പുറത്തേക്കൊക്കെ നമ്മുടെ കുട്ടികൾ സഞ്ചരിച്ചു കഴിഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ ഫാദർ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അച്ഛനാണെന്ന് ഞാൻ സ്വയം പറഞ്ഞിരുന്നു, വിശ്വസിച്ചിരുന്നു. ഏറ്റവും ശാപം പിടിച്ച അച്ഛനാണെന്ന് ഞാനത് തിരുത്തി പറയേണ്ടി വരുമോ? എടോ, എന്തോ ഒന്ന് പരസ്പരം പറയാൻ മടിക്കുന്ന എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് കണ്ടെത്താതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. എടോ, താൻ ടെൻഷനാവാതെ. ലോകത്ത് പരിഹാരമില്ലാത്ത എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഇതും അങ്ങ് കടന്നു പോകും. എടോ, നമ്മുടെ കുട്ടികളെ നമുക്ക് വെറുക്കാൻ പറ്റുമോ? ഇനിയിപ്പോ അവർക്ക് തമ്മിൽ അങ്ങനെ അകലാൻ പറ്റുമോ? എടോ, അവർക്ക് ഒന്നിക്കാതിരിക്കാൻ പറ്റുമോ? കർത്താവ് ഒരു വഴിയുണ്ടാക്കുമായിരിക്കും. താൻ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചു.
താനല്ലേ ആള്. കഴിച്ചത് തന്നെ. ഇവിടുന്ന് ഭക്ഷണം എടുക്കട്ടെ, കുറച്ച് കഴിക്കാം. വേണ്ട, ഇപ്പോ ഈ കോഫി ഓക്കെയാ. മൈഥിലി, കൈപ്പുണ്യമുള്ളൊരു ഡോക്ടർ രോഗികൾക്ക് മുഴുവൻ അത്യാവശ്യമാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ HODയുടെ പദവിയില് ഡോക്ടർ മൈഥിലി ഇരിക്കുന്നത് അഭിമാനമാണ്. തന്റെ മകനായി ജനിച്ചതില് യദുകുട്ടൻ വല്ലാതെ അഭിമാനം കൊള്ളുന്നുണ്ട്. ഞാൻ എന്താ ഇതൊക്കെ പറയുന്നതെന്നറിയോ? തന്നെ ഈശ്വരന്റെ വലിപ്പത്തിൽ കാണുന്ന കുറേ പേര് വെളിയിലുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന തന്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് താനല്ലാതെ മറ്റാരും ജയിക്കില്ല. നീ ഇപ്പൊ എന്റെ കൂടെ നിൽക്കാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഈ സപ്പോർട്ട് എന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ എന്നും തന്റെ കൂടെ ഉണ്ടാവും. ഈ ലോകം തലകുത്തി മറിഞ്ഞാലും തന്നെ എനിക്ക് വിശ്വാസ, ഒരുപാട് വിശ്വാസ. മോളെ അപ്പൂപ്പൻ എന്തിനാ വിളിപ്പിച്ചതെന്നറിയോ? അമ്മ തെറ്റുകാരിയാണെന്ന് എല്ലാവരുടെയും മുന്നില് ഏറ്റവും ഉറക്ക വിളിച്ചു പറഞ്ഞത് മോളല്ലേ? അമ്മ ചെയ്ത തെറ്റെന്താ? അരുൺ അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളല്ലേ? അയാൾ അമ്മയെ വിളിക്കുന്നതിൽ എന്താ തെറ്റ്? അരുൺ മൈഥിലിയുമായിട്ട് മാത്രമല്ലല്ലോ, നിങ്ങൾ എല്ലാവരോടും നല്ല രീതിയിലല്ലേ പെരുമാറുന്നത്? പിന്നെ അവൻ ഇടുന്ന ഒരു ഷർട്ടിന്റെ നിറം ചോദിച്ചാല് അതൊരു വലിയ തെറ്റാണെന്ന് മോൾക്കാരാ പറഞ്ഞത്? ചോദിച്ചിട്ടില്ലേ? അച്ഛന്റെ ഓഫീസിലെ ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നില്ലേ? അവരച്ഛനെ വിളിക്കാറില്ലേ? അതിന് നേരം കാലമുണ്ടോ? അപ്പോ അച്ഛനെ കുറിച്ചുണ്ടോ സംശയങ്ങള്? തെറ്റും ശരിയൊക്കെ എനിക്ക് തിരിച്ചറിയാം. എങ്ങനെ തിരിച്ചറിയാം? അമ്മ ചെയ്യുന്നത് തെറ്റ്, അച്ഛൻ ചെയ്യുന്നത് ശരി. നിന്റെ കൂട്ടുകാരികളെ അവരവരുടെ അമ്മമാരെ കുറിച്ച് പറയാറില്ലേ? ആ കൂട്ടത്തില് നിന്റെ അമ്മയോളം പോകുന്ന ഒരാളെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ജോലിയുടെ കാര്യമായാലും കുടുംബം നോക്കുന്ന കാര്യമായാലും നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യമായാലും എന്ന് കരുതി അമ്മയ്ക്ക് തെറ്റിയാവോ? മോളെ, കൃത്യമായ ശാസനയിലും ചട്ടക്കൂടിലും മൈഥിലി വളർത്തുന്ന കുട്ടിയെന്ന നിലയ്ക്ക് അപ്പൂപ്പൻ ഒരിക്കലും നിന്നോട് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം അപ്പൂപ്പൻ അത് അറിയില്ലെന്നല്ല. എല്ലാരും കൂടി ഇരിക്കുമ്പോ നീ അമ്മയെ കുറിച്ച് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ആ ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ മാനിക്കണം എന്നുള്ള നിർബന്ധം കൊണ്ട് ഞാൻ അടങ്ങിയിരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ അപ്പ തന്നെ അപ്പൂപ്പൻ എനിക്ക് തന്നേനെ. യാമി, എന്തിനാ മോളെ ഇങ്ങനെ കാണിക്കുന്നേ? അമ്മ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളല്ലേ? എന്ത് രസമായിരുന്നു നിങ്ങളുടെ ജീവിതം. കണ്ടു കൊതിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതില്ലാണ്ടാക്കിയത് അമ്മ തന്നെയാണല്ലോ. അംബികേ, മതി. ഉപദേശങ്ങൾക്ക് ഇപ്പോ ഇവളുടെ മനസ്സിലേക്ക് കയറാൻ പാടാ. അച്ഛന് അത്രയ്ക്ക് സ്വാധീനമുണ്ട്. പക്ഷേ ഒരു കാര്യം നീ മറക്കണ്ട മോളെ, കയ്യോ കാലോ ഒന്ന് തട്ടി വീണാ പോലും ഒരു മനുഷ്യൻ ആദ്യം വിളിക്കുന്നത് അമ്മേന്നാ. അമ്മേന്ന് വിളിച്ച് ഉറക്കെ കരയേണ്ടി വരാതിരിക്കട്ടെ നിനക്ക്. ആ ഓ, എല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കോ. വരുത്താൻ സമയമെടുക്കും. അത്ഭുതമാണ്. മൈഥിലി വളർത്തുന്ന ഒരു കുഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് വഴുതി പോവാന്ന് പറഞ്ഞ കഷ്ടം.